Good morning, students. How are you? Are you fine? I hope all of you are doing well. എല്ലാവരും സുഖമായിരിക്കുന്നു മിസ് വിശ്വസിക്കുന്നു. ഓക്കെ, പഠിച്ചതൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ? എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ശരിക്കും ആഘോഷിച്ചോ? ഹാപ്പിയാണോ എല്ലാവരും? ഓക്കെ, ജി കെയുടെ എത്ര ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു? 13 ലെസൺ തീർന്നല്ലേ? ഇനി നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അവർ 14th ലെസൺ കേട്ടോ. 14ാമത്തെ ലെസൺ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് 14ാമത്തെ ലെസൺ? യൂണിവേഴ്സ്. നിങ്ങൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വർഷമൊക്കെ അല്ലേ? സോഷ്യൽ സ്റ്റഡീസിനകത്തിലൊക്കെ പഠിച്ചു കാണും. SS-നകത്തില് യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദ സൺ, പ്ലാനറ്റ് ആൻഡ് ദെയർ സാറ്റലൈറ്റ്സ് മേക്ക് എ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേരുന്നതാണ്? ദ സൺ, പ്ലാനറ്റ്സ് ആൻഡ് ദെയർ സാറ്റലൈറ്റ്. സണ്ണും അതിന്റെ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചേരുന്നതാണ് എന്ത്? സോളാർ സിസ്റ്റം. വാട്ട് ഈസ് സോളാർ സിസ്റ്റം? ദ സൺ, planets and their satellites make up the solar system. കേട്ടോ, സണ്ണും പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും കൂടെ ചേർന്ന് നമ്മൾ എന്ത് പറയും? സോളാർ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, വാട്ട് ഈസ് സോളാർ സിസ്റ്റം? ദ സൺ, പ്ലാനറ്റ്സ് ആൻഡ് their satellites make up the solar system. Name the 8 planets of the solar system. നിങ്ങൾക്ക് അറിയാമോ 8 പ്ലാനറ്റ്സ്? സോളാർ സിസ്റ്റത്തിലുള്ള 8 പ്ലാനറ്റ്സ് ആരൊക്കെയാണെന്ന്? ഇവിടെ നമ്മൾ ഓരോന്നിന്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്, അവിടെ ലേബൽ ചെയ്യണം കേട്ടോ. ഫസ്റ്റിലെ വരച്ചേക്കുന്ന ഏതിനാണെന്ന് അറിയാമോ? സാറ്റേൺ. എന്താണ്? സാറ്റേൺ. ഫസ്റ്റ് ബോക്സിൽ എഴുതുന്നതാണ് സാറ്റേൺ. SATURN. സാറ്റേൺ. സാറ്റേൺ സ്പെല്ലിംഗ് എന്താണ്? സാറ്റേൺ സ്പെല്ലിംഗ് ഉള്ള ബോക്സിലുണ്ട് താഴെ കേട്ടോ. ബോക്സിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നോക്കി എഴുതണം. സാറ്റേൺ. സെക്കൻഡ് ബോക്സ് എന്താണ് വരച്ചേക്കുന്നത്? സെക്കൻഡ് എന്താണ്? രണ്ടാമത്തെ ബോക്സിൽ യുറാനസ് കേട്ടോ. URANUS, യുറാനസ് കേട്ടോ. URANUS, യുറാനസ്. പിന്നെ അടുത്തത് എന്താണ്? എർത്ത്. നമ്മൾ താമസിക്കുന്ന എവിടെയാണ്? എർത്തില് കേട്ടോ. എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. EARTH, എർത്താണ് അടുത്തത്. അടുത്തത് നോക്കിക്കേ താഴോട്ട്. ജൂപ്പിറ്റർ. ഏറ്റവും വലുതാണ് ജൂപ്പിറ്റർ കേട്ടോ. JUPITER, ജൂപ്പിറ്റർ. അടുത്ത പ്ലാനറ്റിന്റെ പേരാണ് ജൂപ്പിറ്റർ. പിന്നെ അതിന് തൊട്ട് താഴെ ആരാണ്? മെർക്കുറി. അതിന് ഇച്ചിരി വലിപ്പം കുറവാണ്. MERCURY, മെർക്കുറി കേട്ടോ. മെർക്കുറി. അതിനടുത്ത് എന്താണ്? വീനസ് കണ്ടോ. VENUS, വീനസ്. പിന്നെ അടുത്തത് എന്താണ്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിനെ കണ്ടോ? ഇത് നെപ്റ്റ്യൂൺ ആണ്. പിന്നെ അടുത്തത് മാർസ്. ഇത് തന്നെ കണ്ടോ? മാർസ്. അപ്പൊ എന്തൊക്കെയാണ് മിസ് പറഞ്ഞത്? എത്ര എണ്ണം ഉണ്ട്? 8 പ്ലാനറ്റ്സിന്റെ പേര് കിട്ടിയോ? ഇവിടെ വരച്ചേക്കുന്ന അനുസരിച്ചാണ് മിസ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ലേബൽ ചെയ്തേക്കുന്നത് സാറ്റേൺ, എർത്ത്, സാറ്റേൺ, എർത്ത്, യുറാനസ്, ജൂപ്പിറ്റർ, മെർക്കുറി, വീനസ്, നെപ്റ്റ്യൂൺ ആൻഡ് മാർസ്. നമുക്കിനി ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. If sun were filled with spherical earth and around 9,60,000 earths would be fit inside it. കേട്ടോ, ഇവിടെ പറഞ്ഞേക്കുന്നത് സൺ വെയർ ഫിൽഡ് വിത്ത് സ്പെറിക്കൽ എർത്ത്. സ്പെറിക്കൽ ആയിട്ടുള്ള ഇതിൽ സണ്ണ് ഫില്ല് ചെയ്ത് ഇതിലാണ് സണ്ണിനകത്ത്. ഓക്കെ, ഇനി അടുത്ത ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ നോക്കിക്കേ. ഓരോന്നും ക്വസ്റ്റ്യൻസ് ആണ്. നെയിം ദ പ്ലാനറ്റ്സ് ക്ലോസ് ടു ദ സൺ. ഏറ്റവും അടുത്ത, ക്ലോസസ്റ്റ് ടു ദ സൺ. സണ്ണുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഏതാണെന്ന് അറിയാവോ? സണ്ണിനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആണ് മെർക്കുറി. സണ്ണിന്റെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഏതാണ്? ആരാണ്? മെർക്കുറി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. നെയിം ദ പ്ലാനറ്റ്സ് ക്ലോസസ്റ്റ് ടു ദ സൺ. ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? മെർക്കുറി. വിച്ച് ഈസ് ദി പ്ലാനറ്റ് ഫാറസ്റ്റ് ഫ്രം ദ സൺ. ഏറ്റവും ദൂരെ നിൽക്കുന്ന, സണ്ണിൽ നിന്ന് ഏറ്റവും ദൂരം പോയി നിൽക്കുന്ന പ്ലാനറ്റ് ആരാണ്? നെപ്റ്റ്യൂൺ കേട്ടോ. അടുത്ത് നിൽക്കുന്ന ആരാണ്? മെർക്കുറി. ഏറ്റവും അകലത്തിൽ നിൽക്കുന്ന ആരാണ്? നെപ്റ്റ്യൂൺ കേട്ടോ. ഇനി അടുത്തത് നെയിം ദ ബിഗസ്റ്റ് പ്ലാനറ്റ്. ഈ 8 പ്ലാനറ്റ്സ് ഉള്ളതിൽ ഏറ്റവും വലുത് ആരാണ്? നെയിം ദ ബിഗസ്റ്റ് പ്ലാനറ്റ്. ഏതാണ് ബിഗസ്റ്റ് പ്ലാനറ്റ്? ജൂപ്പിറ്റർ കേട്ടോ. ബിഗസ്റ്റ് പ്ലാനറ്റിന്റെ നെയിം എന്താണ്? ജൂപ്പിറ്റർ. JUPITER, ജൂപ്പിറ്റർ. അതുപോലെ നെയിം ദ പ്ലാനറ്റ്സ് ക്ലോസസ്റ്റ് സണ്ണുമായിട്ട് അടുത്ത് നിൽക്കുന്നതിന്റെ പേര് എന്താണെന്ന് പറഞ്ഞേ? മെർക്കുറി. MERCURY കേട്ടോ. മെർക്കുറി. This is the planets in the forest. ദൂരെ നിൽക്കുന്ന ആരാണ്? നെപ്റ്റ്യൂൺ. NEPTUNE കേട്ടോ. നെപ്റ്റ്യൂൺ. അടുത്തത് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും ചെറിയ പ്ലാനറ്റ് ആരാണ്?
മെർക്കുറി. ആരാണ്? മെർക്കുറി. MERCURY. ഏറ്റവും ചെറിയ പ്ലാനറ്റ് മെർക്കുറി. ഏറ്റവും വലിയ പ്ലാനറ്റ് ആരാണ്? ജൂപ്പിറ്റർ. കേട്ടോ. അടുത്ത നോക്കിയാൽ നെയിം ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും നല്ല പ്രകാശമുള്ള പ്ലാനറ്റ് ആരാണ്? വീനസ്. ആരാണ്? വീനസ്. VENUS. ഏറ്റവും ബ്രൈറ്റ്നസ് ഉള്ള പ്ലാനറ്റിന്റെ പേരാണെന്ത്? വീനസ്. ഓക്കെ. നെയിം ദ ലൈറ്റസ്റ്റ് പ്ലാനറ്റ്. ലൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആരിൽ നിന്നാണ്? ആരാണ്? സാറ്റേൺ. നമുക്ക് കൂടുതൽ പ്രകാശം കിട്ടുന്നത് ആരാണ്? തരുന്നതാണ് സാറ്റേൺ എന്ന് പറയുന്ന പ്ലാനറ്റ്. കേട്ടോ. വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്ലാനറ്റ് ഏതാണെന്ന് അറിയാമോ? വീനസിൽ. കേട്ടോ. വീനസ്. ഏറ്റവും ചൂട് കൂടുതലുള്ള പ്ലാനറ്റിന്റെ പേരാണെന്ത്? വീനസ്. നെയിം ദ പ്ലാനറ്റ് വിച്ച് ഹാസ് ദ റിംഗ്സ് അറൌണ്ട് ഇറ്റ്. ഒരു പ്ലാനറ്റിന്റെ ചുറ്റും റിംഗ് ഉണ്ട്. റിംഗ് അതിനെ കവർ ചെയ്ത് ചുറ്റും. ആ പ്ലാനറ്റിന്റെ പേരാണ് സാറ്റേൺ. SATURN. സാറ്റേൺ. അതായത് ഒരു പ്ലാനറ്റിന് ചുറ്റും റിംഗ് ഉണ്ട്. ആ റിംഗ് ഉള്ള പ്ലാനറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? സാറ്റേൺ. സാറ്റേണിന്റെ പിക്ചർ നിങ്ങൾ കണ്ടോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് സാറ്റേൺ. സാറ്റേണിന് ചുറ്റും ഒരു റിംഗ് വലയം ചെന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് സാറ്റേൺ. കേട്ടോ. SATURN. ജൂപ്പിറ്റേഴ്സ് മൂൺ. The largest moon in the solar system. എന്താണ് ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ്? ആരാണ്? ജൂപ്പിറ്റർ. കേട്ടോ. ഇറ്റ് മെഷേഴ്സ് about 5268 kilometer across, make the larger than the planet Mercury. മെർക്കുറിയെക്കാളും 5268 കിലോമീറ്റർ അക്രോസ്. അതിലും അത്രയും വലിപ്പം കൂടുതലാണ്. ഏറ്റവും ചെറിയ മെർക്കുറിയെക്കാളും. കേട്ടോ. ഏറ്റവും ചെറുത് ആരാണെന്നാണ് പറഞ്ഞത്? സ്മോളസ്റ്റ് പ്ലാനറ്റായ മെർക്കുറിയെക്കാളും 5268 കിലോമീറ്റർ അക്രോസ് വലുതാണ് ആര്? ജൂപ്പിറ്റർ. കേട്ടോ. ജൂപ്പിറ്റർ ആണ് ഏറ്റവും വലുത്. ഓക്കെ. ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ആരൊക്കെയാണ് പ്ലാനറ്റ്സ്? മിസ് ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണ്? ആരൊക്കെയാണ്? സാറ്റേൺ, എർത്ത്, യുറാനസ്, ജൂപ്പിറ്റർ, മെർക്കുറി, നെപ്റ്റ്യൂൺ, വീനസ് ആൻഡ് മാർസ്. കേട്ടോ. 8 പ്ലാനറ്റ്സ് ഉണ്ട്. നെയിം ദ ഓക്കെ. ഓരോ പ്ലാനറ്റ് ക്വിസ് പറഞ്ഞേക്കാണ്. ക്വിസിനല്ല നെയിം ദ പ്ലാനറ്റ് ക്ലോസസ്റ്റ് ടു ദ സൺ. ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? മെർക്കുറി. വിച്ച് ഈസ് ദ പ്ലാനറ്റ് ഇൻ ദ ഫാറസ്റ്റ് ഫ്രം ദ സൺ. സണ്ണുമായിട്ട് ഏറ്റവും അകലത്തിൽ നിൽക്കുന്ന ആരാണ്? നെപ്റ്റ്യൂൺ. നെയിം ദ ബിഗസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആരാണ്? ജൂപ്പിറ്റർ. സ്മോളസ്റ്റ് പ്ലാനറ്റ് ആരാണ്? മെർക്കുറി. പിന്നെ ബ്രൈറ്റ്നസ് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? വീനസിനാണ്. ലൈറ്റസ്റ്റ് പ്ലാനറ്റ്, ലൈറ്റ് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? സാറ്റേൺ. ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, ചൂട് കൂടുതലുള്ള പ്ലാനറ്റ് ഏതാണ്? വീനസ്. പിന്നെന്താണ്? റിംഗ് അറൗണ്ടുമായിട്ടുള്ള പ്ലാനറ്റ് ഏതാണ്? സാറ്റേൺ. ഓക്കെ. അടുത്ത നോക്കിയാൽ എർത്ത് മൂൺ. മൂൺ ഈസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. മൂണാണ് ആരുടെ? സാറ്റലൈറ്റ് ഓഫ് എർത്തിന്റെ സാറ്റലൈറ്റ്. കേട്ടോ. നമ്മുടെ ഭൂമിയുടെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ആര്? എർത്ത്. എർത്ത് ഈസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് മൂൺ ഈസ് ദി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. കേട്ടോ. എർത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് ആര്? മൂൺ. മൂൺ ഈസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. ഡിഫറെന്റ് ഫേസസ് ഓഫ് മൂൺ ആർ ഗിവൺ ബിലോ. ഡിഫറെന്റ് ഫേസസ് കൊടുത്തു. നമ്മൾ കാണുമല്ലോ വൈകിട്ട് രാത്രിയിൽ ആകാശത്ത് ചിലപ്പം ചന്ദ്രക്കല പോലുള്ള ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. കേട്ടോ. ചന്ദ്രക്കല നമ്മൾ പറയും. ഹാഫ് അല്ല, മുക്കാൽ ഭാഗം. കേട്ടോ. അതാണ് ക്രസന്റ് ഷേപ്പ് ഉണ്ട്. പിന്നെ ക്രസന്റ് മൂൺ എന്ന് അതിനെ പറയും. ഫസ്റ്റിലിരിക്കുന്നത് ക്രസന്റ് മൂണാണ്. സെക്കൻഡ് ഹാഫ് മൂൺ, പകുതി. കേട്ടോ. ചന്ദ്രക്കല ആയിട്ടൊക്കെ, ചന്ദ്രക്കലയല്ല, ഹാഫായിട്ട് മൂണിന്റെ ഹാഫ് ഭാഗം കാണാൻ പറ്റും. അതാണ് ഹാഫ് മൂണ്. പിന്നെ നമുക്ക് ഫുൾ മൂണും കാണാം. ലാസ്റ്റ് അത് ഫുൾ മൂണായിട്ട് വരും. ഓക്കെ. നമ്മള് എന്ത് പറയും? ഇതാന്ന് പറയും, വെളുത്ത വാവെന്നും പൗർണമി എന്നും ഒക്കെ പറയുന്നതാണ് ഫുൾ മൂൺ. കേട്ടോ. അത് ഫുള്ള് പ്രകാശമായിരിക്കും. ഫുൾ മൂണിന്റെ ഷേപ്പിൽ കിട്ടും. പിന്നെ ഹാഫ് ഷേപ്പിൽ കിട്ടുന്നതാണ് ഹാഫ് മൂണ്. പിന്നെ എന്താണ്? ക്രസന്റ് ഷേപ്പ്, ക്രസന്റ് മൂൺ എന്ന് പറയും. അത് അതിന്റെ ക്വാർട്ടർ അല്ല, ഒരു മുക്കാൽ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടെ. ഓക്കെ. അതാണ്. ഓക്കെ. ഇനി ടിക്ക് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറിന് ടിക്ക് ഇട്ട് കൊടുക്കണം. കേട്ടോ. ഓക്കെ. ദ ഡേയ്സ് ടേക്കൺ ബൈ ദ മൂൺ ഈസ് കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ
ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഡേയ്സ് ആണ് എടുക്കുന്നത്? എത്ര ഡേയ്സ് ആണ്? 27.3. എത്രയാണ്? 27.3 എന്നുള്ള ഫസ്റ്റ് ബോക്സിൽ ടിക്കറ്റ് കൊടുക്കണം കേട്ടോ. ദ ഡേയ്സ് ടേക്കൺ ബൈ ദ മൂൺ ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. മൂണിന് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ട ഡേയ്സ് എത്രയാണ്? 27.3 ഡേയ്സ് വേണം. 27.3 ഡേയ്സ് എടുക്കാൻ മൂന്ന് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ഫോർ ചേഞ്ചിങ് ഫ്രം എ ന്യൂ മൂൺ ടു ഫുൾ മൂൺ ഈസ്. ഒരു ന്യൂ മൂൺ, ഒരു പുതിയ മൂണ് ഫുൾ മൂൺ ആവാൻ വേണ്ടി എത്ര ഡേയ്സ് എടുക്കുമെന്ന്. ആദ്യം ഫുൾ മൂൺ വന്നു കഴിഞ്ഞ് വീണ്ടും അടുത്ത ഫുൾ മൂൺ ആകാൻ വേണ്ടി എത്ര ദിവസം എടുക്കുമെന്നാണ് നോക്കുന്നത്. എത്ര ദിവസമാണ് എടുക്കുന്നത്? 15 ഡേയ്സ്. 15 ദിവസം കൊണ്ടാണ് ഒരു മൂണ്, ആദ്യം ഫുൾ മൂണ്, പിന്നെ അതിന്റെ ഹാഫ് ബാക്കി ഭാഗങ്ങൾ കാണിച്ച് അവസാനം വീണ്ടും അത് ഫുൾ മൂൺ. പിന്നെ ഫുൾ മൂണിനെ നമുക്ക് കാണാതാവും ഒരു ദിവസം, പിന്നെ വീണ്ടും നമുക്കത് ഫുൾ മൂൺ കിട്ടും കേട്ടോ. അപ്പൊ അതിന് എത്ര ദിവസം എടുക്കുന്നത്? 15 ഡേയ്സ്. ഓക്കെ. ദ ഫസ്റ്റ് പേഴ്സൺ ടു ലാൻഡ് ഓൺ ദ മൂൺ. ആദ്യമേ ചന്ദ്രനിൽ പോയ ആള്, അല്ലെങ്കിൽ മൂണിൽ ആദ്യം പ്രവേശിച്ച വ്യക്തിയുടെ പേരെന്താണ്? എന്താണെന്ന് അറിയാവോ? നീൽ ആംസ്ട്രോങ്. എന്താണ്? നീൽ ആംസ്ട്രോങ്. NEILAMSTRONG. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ, അല്ലെങ്കിൽ ആദ്യമേ മൂണിൽ പ്രവേശിച്ച ആളാണ്. ആളിന്റെ നെയിം എന്താണ്? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് കേട്ടോ. NEILAMSTRONG. നീൽ ആംസ്ട്രോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ഓൺ മൂൺ മിഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ മൂണിൽ നമ്മൾ വിട്ട സാറ്റലൈറ്റിന്റെ പേരെന്താണ്? ചന്ദ്രായൻ. എന്താണ്? ചന്ദ്രായനാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമേ വിക്ഷേപിച്ച സാറ്റലൈറ്റ് മൂണിലേക്ക് കേട്ടോ. ചന്ദ്രായൻ. എന്റെ അവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ഇയർ വിച്ച് മാൻ ഫസ്റ്റ് ലാൻഡഡ് ഓൺ ദ മൂൺ. ഏത് വർഷമാണ് ആദ്യമായിട്ട് മൂണിൽ ചന്ദ്രനിൽ പോയത്? എന്താണ്? 1969 കേട്ടോ. 1969 ആദ്യമായിട്ട്, ആ വർഷമാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ആദ്യമായിട്ട് ആള് പോയത് കേട്ടോ. 1969 ആദ്യമായിട്ടൊരു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കാം. ഡിഫറെന്റ് ഫേസസ് ഏതൊക്കെയാണ്? ക്രസന്റ് മൂൺ ഉണ്ട്, ഹാഫ് മൂൺ ഉണ്ട്, ഫുൾ മൂൺ ഉണ്ട്. ദ ഡേയ്സ് ടേക്കൺ ബൈ മൂൺ കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ മൂൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഡേയ്സ് ആണ് എടുക്കുന്നത്? 27.3 ഡേയ്സ്. ഓക്കെ. നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ഫ്രം ചേഞ്ചിങ് ഫ്രം ന്യൂ മൂൺ ടു ഫുൾ മൂൺ. പുതിയൊരു മൂൺ ഉണ്ടായി ഫുൾ മൂൺ ആവാൻ വേണ്ട എത്ര ഡേയ്സ് ആണ് എടുക്കുന്നത്? എത്രയാണ്? 15 ഡേയ്സ് എടുക്കും കേട്ടോ. ദ ഫസ്റ്റ് പേഴ്സൺ ടു ലാൻഡ് ഓൺ ദ മൂൺ. ഫസ്റ്റ് പേഴ്സൺ ആദ്യമായിട്ട് മൂണിൽ എത്തിയ ആദ്യത്തെ ആൾ ആരാണ്? നീൽ ആംസ്ട്രോങ്. ഓക്കെ. ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ഓൺ മൂൺ. ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണ്? മൂണിലേക്ക് നമ്മൾ വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റിന്റെ പേരാണ് ചന്ദ്രായൻ. ഓക്കെ. ദ ഇയർ ഇൻ വിച്ച് മാൻ ഫസ്റ്റ് ലാൻഡ്. ഏത് വർഷമായിരുന്നു ആദ്യമായിട്ട് മൂണിൽ പോയത്? എന്താണ്? 1969. ഓക്കെ. The time taken from one rotation and revolution of moon is the same. Thus, the always see one side of the moon. Okay. നമുക്ക് ഒരു സൈഡ് മാത്രമേ മൂണിന്റെ കാണാൻ സാധിക്കൂ. അപ്പൊ ഈ ലെസൺ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇന്ന് നമ്മൾ ഒരു ലെസണേ പഠിക്കുന്നുള്ളൂ, യൂണിവേഴ്സ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസൺ പഠിപ്പിക്കാം. അടുത്തത് 14ാമത്തെ ലെസണിലെ യൂണിവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ സൺ, പ്ലാനറ്റ്സ് ആയിട്ട് ദെയർ സാറ്റലൈറ്റ്സ് മേക്ക് സോളാർ സിസ്റ്റം. സണ്ണും പിന്നെ സാറ്റലൈറ്റും പ്ലാനറ്റും കൂടെ ചേർന്നാണ് നമ്മൾ എന്ത് വിളിക്കും? സോളാർ സിസ്റ്റം എന്ന് പറയുന്നു. സണ്ണാണ് മെയിൻ. സണ്ണിന്റെ പ്ലാനറ്റ്സ് ആരൊക്കെയാണ്? 8 പ്ലാനറ്റ്സ് ഉണ്ട്. ആരൊക്കെയാണ്? മെർക്കുറി, വീനസ്, പിന്നെ എർത്ത്, മാർസ്, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. അല്ലേ? ഇത് ആരൊക്കെയാണ്? സാറ്റേൺ, യുറാനസ്, എർത്ത്, ജൂപ്പിറ്റർ, മെർക്കുറി, വീനസ്, മാർസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഓക്കെ. ഏറ്റവും ഇതായിട്ടുള്ളത് ആരാണ്? ഏറ്റവും അല്പം കൂടിയ പ്ലാനറ്റ് ആരാണ്? ജൂപ്പിറ്റർ. അല്ലേ? എന്റെ ക്യൂസ് ഒന്നുകൂടെ വായിക്കാം മിസ്. പ്ലാനറ്റ്സിന് ഏറ്റവും ക്ലോസ് അടുത്ത് നിൽക്കുന്ന ആരാണ്? മെർക്കുറി. ഏറ്റവും തൊട്ടടുത്ത്, സണ്ണിനെ തൊട്ട് നിൽക്കുന്ന പ്ലാനറ്റിന്റെ പേരാണ് മെർക്കുറി. വിച്ച് ഇസ് ദ പ്ലാനറ്റ് ഫാറസ്റ്റ് ഫ്രം ദ സൺ. ഏറ്റവും ദൂരെ നിൽക്കുന്ന ആരാണ്? നെപ്റ്റ്യൂൺ. പിന്നെ വിച്ച് ഇസ് ദ ബിഗസ്റ്റ് പ്ലാനറ്റ്. ബിഗസ്റ്റ് പ്ലാനറ്റ് ആരാണ്? ജൂപ്പിറ്റർ. സ്മോളസ്റ്റ് പ്ലാനറ്റ് ആരാണ്? മെർക്കുറി. ഓക്കെ.
നെയിം ദ ബ്രൈറ്റ്നെസ്റ്റ് ഏറ്റവും ബ്രൈറ്റ്നെസ് ഉള്ള ആർക്കാണ്? വീനസിനാണ്. അതുപോലെ നെയിം ദ ലൈറ്റസ്റ്റ്, ഏറ്റവും കൂടുതൽ ലൈറ്റ് കൂടുതലുള്ള പ്ലാനറ്റ് ആരാണ്? സാറ്റേണിനാണ്. വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും ചൂട് കൂടുതലുള്ള പ്ലാനറ്റ് ആരാണ്? അത് വീനസ് ആണ്. പിന്നെ നെയിം ദ പ്ലാനറ്റ് വിച്ച് റിങ്സ് അറൌണ്ട് ഇറ്റ്, റിങ് ചുറ്റുമുള്ള ആർക്കാണ്? സാറ്റേൺ. ഓക്കെ, പിന്നെ നമ്മൾ മൂണിനെ കുറിച്ച് പഠിച്ചു. ദ മൂൺ ഈസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. എർത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് ആര്? മൂൺ. കേട്ടോ, എർത്തിന്റെ ഒരു സാറ്റലൈറ്റ് ആണ് മൂണ്, ഉപഗ്രഹം. കേട്ടോ, ഇനി മൂണിന്റെ മൂന്ന് ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ഫേസസ് ഏതൊക്കെയാണ്? മൂണിന്റെ ഡിഫറെന്റ് ഫേസസ് ഏതൊക്കെയാണ്? ക്രസന്റ് മൂണ്, ഹാഫ് മൂൺ ആൻഡ് ഫുൾ മൂൺ. ഓക്കെ, ഇനി ദ ഡേയ്സ് ടേക്കൺ ഫ്രം മൂൺ കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും മൂണിന്? 27.3. നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ചേഞ്ചിങ് ന്യൂ മൂൺ ടു ഫുൾ മൂൺ. ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂൺ ആവാൻ വേണ്ടി 15 ഡേയ്സ്. കേട്ടോ, ദ ഫസ്റ്റ് പേഴ്സൺ ലാൻഡ് ഓൺ മൂൺ. ആദ്യമായിട്ട് മൂണിൽ പോയത് ആരാണ്? നീൽ ആംസ്ട്രോങ്. ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ഓൺ മൂൺ. ഏതാ ഫസ്റ്റ് സാറ്റലൈറ്റിന്റെ പേരെന്താണ്? ചന്ദ്രായൻ. ദ ഇയർ വിച്ച് മാൻ ഫസ്റ്റ് ലാൻഡഡ് ഓൺ ദ മൂൺ. ആദ്യമായിട്ട് മൂണിൽ പോയ വർഷം ഏതാണ്? 1969. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൾ മീ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക. മിസ്സിന്റെ നോട്ട്സ് ഒക്കെ പുറകെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. നോട്ട്സ് നീറ്റായിട്ട് GK നോട്ട്ബുക്കിൽ എഴുതണം, പഠിക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.